ഹലോ, അപ്പോൾ നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഏട്ടനും അച്ഛനും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏട്ടനാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ചെറുത് മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ക്രേസാണ്. ചെറുതിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു പുൽക്കൂട്. എന്നിട്ട് മിനിമോട്ട് കുറേ വർഷം ഇങ്ങനെ ഒരു പ്രക്രിയ ഇല്ലാണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പുൽക്കൂട് ഉണ്ടാക്കുന്നതും. ഇത് ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ. ഇതാ ഒരു സ്റ്റാർ നിങ്ങൾ കാണുന്നുണ്ടോ? 2 സ്റ്റാർ. ക്ഷമിക്കുന്നത് ആദ്യത്തോടൊപ്പം ക്യാമറമാൻ ശരത്. വീട്ടിൽ സ്ഥിരം വരുന്ന പൂച്ചയാണ്. ഭക്ഷണം കൊടുത്താലൊന്നും കഴിക്കില്ല. ഇതേ വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കും. അതായിട്ട് പാലെടുത്ത് കുടിച്ചാൽ നമ്മളായിട്ട് പാലൊരു ഗ്ലാസ്സിൽ വെച്ചു കൊടുത്താൽ പോലും കുടിക്കില്ല. എന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാണ്ട് ഈ പുൽക്കൂട് കഴിയണവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിയിട്ട് നമ്മൾ കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ ആ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്. വാങ്ങിച്ചത് ഞാനല്ലെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരേണ്ട ചുമതല എനിക്കാണ്. ഈ സൈഡ് മൊത്തം ഇരുട്ടായി. ഇനി ഞാൻ അങ്ങനെ കാണിച്ചു തരും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓഫീസ് വന്നത് അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ മേരി ക്രിസ്മസിന് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആക്കണം. ആണ് തന്നിരിക്കുന്ന നൂല്. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേ അവൻ ഡെക്കറേഷൻ്റെ പരിപാടി തുടങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനും വന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ വെളിയിൽ ഡെക്കറേറ്റ് ചെയ്യുക, ഞാൻ ഉള്ളിൽ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെയും ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പണ്ട് നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊന്നും വെച്ച് ഡെക്കറേറ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. നമ്മുടെ കയ്യിലുള്ള കുറച്ച് വൈക്കലും അങ്ങനത്തെ മാത്രം കൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോഴല്ലേ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റണം. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടാളും. ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, പിന്നെ കുറേ ബോൾസ്, വീണ്ടും കുറേ സ്റ്റാറുകൾ നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ, 2 സ്റ്റാർ, 4 സ്റ്റാർ, 7 മൊത്തം 7 സ്റ്റാർ. 2 തരം. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് അഴിക്കണ്ട. അത് നമുക്ക് പുൽക്കൂടിൽ വെച്ചിട്ടാണ് നേരിട്ട് കാണാം. നോക്കട്ടെ. ഞാനും ഡെക്കറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവൻ പറഞ്ഞു വെളിയിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം തരുള്ളൂ. കാരണം അവൻ ആ പുൽക്കൂട് ഒറ്റയ്ക്ക് ഡെക്കറേറ്റ് ചെയ്താലേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ പറഞ്ഞിട്ട് എല്ലാം അവൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആൾ. ഞാനിങ്ങനെ ഓരോ കവറും പൊട്ടിച്ചിട്ട് അതിലെ സാധനങ്ങളൊക്കെ മാറ്റി ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിൽ. നമ്മൾ കെട്ടിയത് ചെറിയ പുൽക്കൂടാണെങ്കിൽ കുറച്ച് ഡെക്കറേഷൻ മതിയായിരുന്നു. ഇത് വലിയ പുൽക്കൂടായതുകൊണ്ട് അത് മൊത്തം കവർ ചെയ്ത് വരുന്ന പോലെ ഡെക്കറേഷൻ ആയതുകൊണ്ട് കുറേ സാധനങ്ങളും കുറേ ടൈം കൊടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പക്ഷേ നമ്മൾ യേശുവിനെ പുൽക്കൂടിൽ കൊണ്ടുവരുന്നത് 25-ാം തീയതി ക്രിസ്മസ് ദിവസമാണ്. അപ്പോൾ അന്നായിരിക്കും ഇതിൻ്റെ ഫുൾ വ്ളോഗും ഉണ്ടാവുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പുൽക്കൂട് കാണിച്ചു തരുന്നത് അന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് 25-ാം തീയതിത്തെ എൻ്റെ ക്രിസ്മസ് വ്ളോഗ് കാണണം. അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിലുണ്ടാവും. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഡേ വ്ളോഗ് 25 ഡിസംബറിലെ വ്ളോഗ് മിസ് ചെയ്യാണ്ട് കാണുക. അന്നാണ് ഈ കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടാവുക. നല്ല അടിപൊളി പുൽക്കൂട് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ബൈ.